ഇവിടെ ആരുമില്ലേ? ഇത്താ, ഇക്കോ, ആമിനാത്താത്ത, ഇവിടെ ആരുമില്ലേ? അല്ലാ, എന്റെ റബ്ബേ. റബ്ബില്ലാലമീനായ തമ്പുരാനെ, നമ്മളിവിടെ പെട്ടി ഓട്ടോറിക്ഷ ഇരുന്നിട്ട് നീ കണ്ടില്ല? കണ്ടില്ല ഇത്താ. പിന്നെ ഇത്താ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമാണോ? നീ വരുമ്പോ തന്നെ ഇങ്ങനെ തോളത്തിട്ട് നമ്മൾ ആമ്പിക്കരുത്. എന്താ? എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിയെന്ന് വരൂല. അതിരിക്കട്ടെ മോനെ, ആ നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കുമ്പോനെ മറന്നു പോവും. നിന്റെ ഉമ്മ ഇപ്പൊ ജോലിക്കും പണിക്കൊക്കെ പോണ്ട? പിന്നെ ജോലിക്ക് പോണുണ്ട്. നിന്റെ ഒരു വാപ്പ ഉണ്ടായിരുന്നല്ലോ, അത് വയ്യത്തായി പോയില്ലേ? ഇല്ല, പിന്നെ പോയില്ലേ? പിന്നെ ഒരു മൂത്തുപ്പ ഉണ്ടായിരുന്നല്ലോ, ഓനെ സി അറിഞ്ഞ് തീരാറായ സാധനം. പോയില്ലേ? പോയി. മൂത്തുമ്മ ഉണ്ടായിരുന്നല്ലോ ഒരു ബടക്ക് കേട്ട സാധനം. അവരിപ്പോഴും ഉണ്ട് കേട്ടാ. ഇപ്പോഴും ഉണ്ടല്ലേ? സത്യം പറഞ്ഞ നീ ഏതാ? അത് ശരി, ഇത്രയൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഏതാണെന്ന് ചോദിക്കണത്. അല്ല, ഞാനൊരു കുശലം ചോദിച്ചാണ്. ഇങ്ങനെയൊക്കെയാണ് കുശലം ചോദിക്കണത്. ഓ, ഈ ചെറുക്കൻ അതിനിപ്പോ എന്താ എത്ര കുഴപ്പം? എന്ത് കുഴപ്പമൊന്നു? നീ എന്തിനാ വന്ന? നീ ഏതാ? എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? എന്റെ പൊന്നിത്ത, ഞാനാ തിരുവനന്തപുരത്തെ ജമീലയുടെ മോൻ. ജമീല തടിക്ക് ജമീല ശുക്കൂർ വാടകയ്ക്ക് താമസിച്ചത്. അല്ല, അത് പറയണ്ടേ? നീ അതങ്ങോട്ട് പറഞ്ഞാ പോരെ. ജമീലയുടെ മകൻ ശുക്കൂർ. നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കും മോനെ, മറന്നു. താക്കോ ഭയങ്കര ഓർമ്മക്കുറവില്ല, കുറവല്ലേ? ആയിക്കോട്ടെ, എന്തിനാ നീ ഇങ്ങോട്ട് പറഞ്ഞേ? നമ്മുടെ കല്യാണം നിശ്ചയിച്ച്. നമ്മുടെ കല്യാണം? നമ്മുടെ കല്യാണം, എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നാ. നിനക്ക് കല്യാണമായ? എനിക്ക് കല്യാണം പഠിച്ചോനെ, നിന്റെ വാപ്പാന്റെ സ്വഭാവം വെച്ചാ പഞ്ചായത്തിൽ നിന്ന് പെണ്ണ് കിട്ടണ്ടല്ലോ മോനെ. എന്നാലും പോട്ടെ, എന്താണ് കല്യാണം? കല്യാണം അടുത്ത മാസം 25-ാം തീയതി. അതിന് നീ കുത്തിക്കേറി ഇങ്ങോട്ട് വന്നേന്തിനാ? നിനക്കൊരു കാർഡ് എഴുതിയിട്ടാ പോരാ? എന്ത് അഡ്രസ്സിൽ എഴുതും? ബീരാനിക്കയുടെ പേരിൽ എഴുതി വിടാൻ പറ്റുമോ? ബീരാനിക്ക് ഇവിടെ അറിയപ്പെടുന്നത് ഒരു ഇരട്ട പേരിലല്ലേ? തകര ബീരാനാ. എന്നിട്ട് അതൊക്കെ പറാജയത്താങ്ങാണ്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതി വിടാൻ പറ്റുമോ? അതുകൊണ്ട് അതാണ് മോനെ കുഴപ്പം. അത് വരാൻ കാരണമുണ്ട്. തകര ബീരാൻ എന്നാണ് ഇക്കനെ വിളിക്കണത്. പേര് വന്നെങ്ങനെയെന്ന് അറിയാമോ? നമ്മളിവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീരാന്മാരുണ്ട്. റേഷൻ കട നടത്തുന്ന വീരാനുണ്ട്, തൂങ്ങിച്ചത്ത വീരാനുണ്ട്, പലിശക്ക് കൊടുക്കണ വീരാനുണ്ട്, മിഠായി കമ്പനി പോണ വീരാനുണ്ട്, നമ്മുടെ ഒക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ വേലിക്ക് ഒരു തകരമരം നിപ്പുണ്ട്. തകരമരം. അപ്പൊ അതുകൊണ്ട് നാട്ടുകാര് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി തകര വീരാൻ എന്ന് വിളിക്കും. നാട്ടുകാരുടെ ഒരു കാര്യം, ഇക്കാക്കാണെങ്കിൽ വിളി കേൾക്കണത് പിരാന്താണ്. ഒരു വെള്ളിയാഴ്ച ആരാണ്ട് ഇങ്ങനെ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇക്ക അങ്ങോട്ട് വന്നിട്ട് ഈ വിളി നിർത്തിയിട്ട് തന്നെ കാര്യമുള്ളെന്ന് പറഞ്ഞിട്ട് ബാക്കത്തി എടുത്തിട്ട് തകരമരം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അല്ലോ, അപ്പൊ നാട്ടുകാർ വിളി നിർത്തി കാണും. വിളി നിർത്തിയില്ല, പിന്നെ ആൾക്കാര് വിളി പരിഷ്കരിച്ചു. എങ്ങനെയാക്കി? നമ്മുടെ അല്ലേ ആൾക്കാര്? അതെ, മുറിത്തകര വീരാൻ. പടച്ച തമ്പുരാനെ, മുറിത്തകരനാക്കി. അടുത്ത വെള്ളിയാഴ്ച ഇക്കങ്ങട് വന്നിട്ട് അത് കട വെച്ച് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. കട വെച്ച് വെട്ടി. അപ്പൊ വിളി നിർത്തി കാണും. വിളി നിർത്തിയില്ല, പിന്നെ ആൾക്കാര് വിളി പരിഷ്കരിച്ച്. എങ്ങനെയാ? നമ്മുടെ ആൾക്കാര് കടത്തകര വീരാനാക്കി. പിന്നെ എന്താണ് സംഭവിച്ചത്? പഴയതിലാക്കിന്റെ അവലും കഞ്ഞായി ഇക്കാൻ ചെയ്തു. എന്നാ ഈ വിളി പരിച്ഛേദം നിർത്തിയിട്ട് എന്നെ കാര്യമുള്ളൂ പറഞ്ഞിട്ട് വന്ന വഴി അതങ്ങോട്ട് പറിച്ചു കളഞ്ഞു. അപ്പൊ നാട്ടുകാർ വിളി നിർത്തി കാണും. വിളി നിർത്തിയില്ല, ആൾക്കാര് വിളി പരിഷ്കരിച്ചു. നമ്മുടെ അല്ലേ നാട്ടുകാര്. അത് പറയാൻ കൊള്ളില്ല അവനെ. അതെന്താണ് പറയാൻ കൊള്ളാത്തത്? മുറിച്ചു കളഞ്ഞപ്പോ മുറിത്തകര ബീരാൻ, കടവച്ച കടത്തകര ബീരാൻ, പറിച്ചു കളഞ്ഞപ്പോ അത് വേണ്ട, അത് പറയണ്ട. അതൊക്കെ പോട്ടെ, ഇതൊക്കെ പോട്ടേന്ന്. അതൊക്കെ പോട്ടെന്ന്. എന്നാ പോട്ടേന്നേ. ഇത്താനെ കുറിച്ച് വേറൊരു വാർത്ത അറിഞ്ഞേട്ടാ. എന്താ? എന്റെ പേര് കല്യാണപ്പറമ്പിലൊക്കെ മാജിക്കിന്റെ പരിപാടിയൊക്കെ നടത്തേണ്ടത്. നമ്മൾ ഈ നിക്കാഹിനൊക്കെ പോയി കഴിയുമ്പോ ഒപ്പനയൊക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ക്ഷീണിച്ച് കഴിയുമ്പോ നമ്മൾ ചെറിയ ചെറിയ നമ്പർ കാണിക്കണല്ലേ? നമ്മളെ കല്യാണത്തിന് നടത്തട്ടോ. പിന്നെ മാജിക് നമ്മൾ അപ്പൊ ഇത്താ ഒരു ചെറിയൊരു നമ്പർ ഒന്ന് കാണിച്ചേ. എങ്ങനെ മാജിക് ഒന്ന് കാണിക്കത്താ? ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം കാണിച്ചാ. നീ എന്ത് കാണിക്കണ പറയണേ? മാജിക്. ഞാൻ പെട്ടെന്ന് കൈ വിട്ടു പോയി. മാജിക് അല്ലേ? നീ കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ നീ ഇട്ടേക്കണ ഷർട്ടിന്റെ കളർ ഞാൻ പറയാം. ശരി, ഒരുപാട് തമാശ കളഞ്ഞ് മര്യാദ മാജിക് കാണിക്കത്താ. എന്താ നീ കണ്ണടച്ച് പിടിച്ച നീ ഇട്ടേക്കണ പാന്റിന്റെ കളർ പറയാം. ഇത്താ മര്യാദ മാജിക് കാണിക്കത്താ. എന്നാ അങ്ങോട്ട് വന്നേ. നീ കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞാ നീ അകത്തിട്ടേക്കണ നിക്കറിന്റെ കളർ പറയാം. അത് പറയൂല, പറയൂല. എന്താ നീ ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട്, പറയൂല. എന്നാ അത് പറഞ്ഞ മാജിക്കാണ്. മാജിക്കാണ്. നീ കണ്ണടച്ച് പിടിച്ചോ, ഞാൻ പറഞ്ഞുതരാം. കണ്ണ് തുറക്കരുത്, തുറന്നാല കളർ മാറിപ്പോ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആമിന ഉമ്മാക്കി കസം അബൂക്ക സലീം തുറക്ക് സീസേ, തുറന്ന് സീസേ ചമല. എന്റെ ഇത്താ,
ഇതെങ്ങനെ സാധിച്ചത്? അതാണ് മോനെ ഇത്തവണ ഒരു കാര്യങ്ങൾ സംഭവിച്ചിരിക്കണത്. നീ ഇങ്ങനെ തോളത്തിട്ട് മ്ലാമ്പല്ലേട്ടാ, എനിക്ക് കൺട്രോൾ കിട്ടിയെന്ന് വരൂല. ഈ മാജിക്കിന്റെ ഈ രഹസ്യം ഒന്ന് പറഞ്ഞതായിട്ടാ. മാജിക്കിന്റെ രഹസ്യം പുറത്തു പറഞ്ഞാ പോയില്ലേ? പ്ലീസ് ഈ രഹസ്യം മാത്രം ഒന്ന് പറഞ്ഞതാ. ഈ ചെറുക്കനെ കൊണ്ട് നീ വാടകയ്ക്ക് താമസിച്ചതാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പറഞ്ഞുതരാം. ഇപ്പൊ നീ അകത്തിട്ടേക്കണ നിക്കറിന്റെ കളർ ഞാൻ എങ്ങനെ പറഞ്ഞു, അതാണ് മാജിക്ക്. ഇനി മേലാക്കം ഈ വീട്ടിൽ വരുമ്പോ പാന്റിന്റെ സിബ് ഇട്ടേച്ചു വരണം. എവിടെ ബീരാനിക്കാ? എനിക്ക് കല്യാണം വിളിക്കണം. വന്നേ ഇങ്ങോട്ട് വന്നേ. ഇതാരോ ഓട്ടോണേ, എന്തൊരു ഓട്ടോ എന്നറിയാമോ? അതായത് ഈ ഡോക്ടർ പറഞ്ഞേക്കുന്നത് 4 കിലോമീറ്റർ ഓടാൻ പറഞ്ഞേക്കുന്നത് ഡെയിലി. അത് കാരണം നമ്മൾ ഓടി ഓടി വന്ന പയ്യാണ് നമ്മളെ ഓടിക്കാനും. അതെ, ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല. ഇല്ല, തിരുവനന്തപുരത്തുള്ള ഷുക്കൂർ, ജമീലാടെ മോൻ. ശുക്കൂറാ? തിരുവനന്തപുരത്ത്? പടച്ചോനെ, നീ വലുതായില്ല നീ അങ്ങട്. പിന്നെ ചെറുതാകാൻ പറ്റോ? അല്ല, അങ്ങട് നല്ല കിളുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടല്ല. വന്ന കാര്യം അറിയാവാ? എന്താണ്? ഞാൻ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. കല്യാണം ഉറപ്പിച്ച്. ആമിനോ, ഇതൊക്കെ ഒരു പടച്ചോന്റെ കൃപയാണിത്. നിക്കാഹ്, പെരുമാറ്റം, കുഞ്ഞുങ്ങൾ ഉണ്ടെന്നൊക്കെ ഉണ്ടാവുക പറഞ്ഞ പടച്ചോന്റെ ഒരു കൃപ. എന്നാണ് നിക്കാഹ്? അടുത്ത മാസം 25-ാം തീയതി. 25-ാം തീയതി. 25-ാം തീയതി നിന്റെ നിക്കാഹാണ്. അപ്പൊ ഞങ്ങൾ വന്നേക്കാം. കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിട്ട് ഉമ്മ പറഞ്ഞല്ല, കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിട്ട് വെക്കുന്നു പോന്നോ? അവിടെ വന്നിട്ട് ഉമ്മ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച, അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിട്ട് ഉമ്മ പറഞ്ഞു അപ്പൊ തന്നെ പോകുന്നു എന്ന് പറഞ്ഞു. അതാണ് വിളിക്കാൻ പറ്റാത്തത്. അതെ, ശുക്കൂറിന്റെ നിക്കാഹ് എന്നാണ്? 25-ാം തീയതി. 25-ാം തീയതി നിക്കാഹ്. വന്നേക്കാം. പിന്നെ ഉമ്മ പ്രത്യേകം പറഞ്ഞേ, അമിനാത്താത്തനെ വിളിച്ചില്ലെങ്കിലും ബീരാനിക്കാട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അതുകൂടി പറയാൻ വേണ്ടി. അപ്പൊ പ്രത്യേകം 25-ാം തീയതി മറക്കരുത്. ശുക്കൂരെ വന്നേക്കാം. പിന്നെ ഉമ്മ പ്രത്യേക കാര്യം പറഞ്ഞു, ബാപ്പാടെ സ്ഥാനത്ത് നിന്ന് നടത്തിത്തരേണ്ട ആളാണ്, പ്രത്യേകം വിളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ വന്നേക്കണം 25-ാം തീയതി. നിർത്ത്. നിനക്കൊരു കുടുംബം കളിക്ക് എത്ര ആഴ്ച കിട്ടും? ഒരു കുടുംബം കളിക്ക് എത്ര ആഴ്ച കിട്ടും? ഞാൻ കല്യാണം വിളിച്ചാണ്. ശുക്കൂർ, നിനക്ക് ഒരുപാട് കല്യാണം വിളിക്കാനല്ലേ? എനിക്ക് 25-ാം തീയതി വന്നേക്കാം. ബാപ്പാടെ സ്ഥാനം. ശുക്കൂറെ, പുള്ളങ്ങളി നിക്കാഹ് വിളിച്ചോണ്ട് പോണതേ തലക്ക് പിരാന്ത് വാരി ബാപ്പാന്റെ സ്ഥാനത്ത് നടത്തി തന്നോന്നൊക്കെ പറഞ്ഞുണ്ട്. പോവണ്ടേ? പിന്നെ പോണ്ടേ. അപ്പൊ നമ്മ തലേ ദിവസം അങ്ങോട്ട് പോണ്. നമ്മള് തലേ ദിവസം പോണ്ട, വാപ്പ അങ്ങോട്ട് പോയി നടത്തി കൊടുത്താൽ മതി. നമ്മള് പോണെന്തിനാ? ഇതാണ് നമുക്ക് തോന്നി നിനക്ക് സംശയം ഉണ്ടാവുന്നു. എങ്ങനെ സംശയിക്കാതിരിക്കും? തനിക്കെത്താൻ പോകുന്ന പിള്ളേര് വന്നിട്ട് വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് ഒലത്തിത്താന്ന് പറയുമ്പോ പിന്നെ നമ്മളെന്താ മണ്ടിയ? എന്താണ് ഞാൻ മനുഷ്യരെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാട് നീളെ ജനസമ്പർക്ക പരിപാടിയായിട്ട് കിടക്കണം. നിങ്ങൾ ഈ പഞ്ചായത്ത് മുഴുവൻ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ് മനുഷ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം. എങ്ങനെ? മേലാൽ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാണ്ടല്ലേ കൈ ചൂണ്ടി സംസാരിക്കരുത്. എന്താ കൈ ചൂണ്ടിയത്? കണ്ണി കൊണ്ട് ആര് സമ്മാനം ചെയ്യും? അത് മാത്രമല്ല, നമുക്ക് എന്തോരം നിക്കാഹ് വന്നതാണ്. ഒരു പോലീസുകാരൻ വന്നു വീട്ടിൽ ബാപ്പ കിണ്ടി കെട്ടിട്ട് പൊക്കാൻ വേണ്ടി വന്നത്. അപ്പൊ വക്കീൽ വന്നതാ നമ്മൾ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. വെടിക്കെട്ട് പറമ്പിൽ അവന് താത്താന്റെ അടുത്ത് കളിക്കണ്ടാട്ടാ. അല്ല, നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അല്ലാ, നിങ്ങളെ കെട്ടി അന്ന് പോലെ നമ്മുടെ ജീവിതം പോയി. എന്ത് ജീവിതം പോയി നീ പറയണത്? ഒരു ജീവിതം പോക്കില്ല. ആരിത് മരപ്പെട്ടി തരണവര്? എന്താണ്? എന്റെ കല്യാണം മുടങ്ങി. അങ്ങനെ ഞാൻ വിളിക്കാൻ വേണ്ടി പോയപ്പോ മൊബൈലിൽ മെസ്സേജ് വന്ന്, പെണ്ണിന് ഇഷ്ടമല്ല, കല്യാണം മുടങ്ങി. ഞാൻ കെട്ടി തൂങ്ങിച്ചാകുക. അങ്ങനെയാണ് മോനെ. അത് എന്താ നോക്കിയല്ലേ, കല്യാണം വരലും മുടങ്ങലൊക്കെ ഒരുമിച്ചാണ്. അതൊക്കെ പഠിച്ചോന്റെ കൃപയാണത്. ഒരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട. നീ നീ ചാകാൻ പോയണ, പോയി ചാക്. നീ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാകണം. ആമ്പിള്ളേരെ അങ്ങനെ വേണം, തൂങ്ങിച്ചാവണം. പോയി വല്ല പണ്ടിക്ക് തലവെക്കണ ചെയ്താനെ പോയി ആണുങ്ങൾ അത് മുന്നിൽ നടക്കണത് അല്ലേ? ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മോള് സൂറാബി കോഴിക്കോട് പോയി ഐസ്ക്രീമൊക്കെ തിന്ന് ഇടങ്ങേറായിട്ടിരിക്കല്ലേ? ഇവനാണെങ്കിൽ വലിയ തെറ്റില്ല, ഇവനങ്ങോട് കെട്ടിച്ചു കൊടുത്താ എന്താ? നമുക്ക് സമ്മതം കേട്ടാ. മോനെ, അടുത്ത മാസം 25-ാം തീയതി അല്ലേ നിന്റെ നിക്കാഹ്? അന്ന് നമ്മുടെ മോള് സൂറാബീനെ നിനക്ക് നിക്കാഹ് കഴിച്ച് തന്നിരിക്കും. നമുക്ക് സമ്മതം. നടക്കൂലെന്ന് നിങ്ങൾ പറയാൻ കാരണം ഉണ്ട്. എന്ത് കാരണം? നമ്മൾ പറഞ്ഞുതരാം. നിന്നോട് മറച്ചു വെച്ചൊരു സത്യമാണ്. മറച്ചു വെച്ച സത്യം? അതായത് ഒരു കഥയാണ്, ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ പെട്ടെന്ന് പറയാൻ സമയമില്ല. പഴയ കഥയാണ്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോയി ഓർക്കണ്ട. നമ്മള് ഒരു ലോൺ എടുക്കാൻ വേണ്ടിട്ട്, ലോണിന് വേണ്ടി മന്ത്രിനെ കാണണമെന്നും പറഞ്ഞ് നിങ്ങൾ പോയി തിരുവനന്തപുരത്ത് തമ്പാനൂര് വന്ന് ഇറങ്ങലും ഒടുക്കത്തമയ പേമാരി വെള്ളപ്പൊക്കം. നമ്മൾ കൊടയെടുക്കാൻ മറന്നു. നിങ്ങൾ അല്ലെങ്കിലും അത് എവിടെ പോയാലും കൊടയെടുക്കൂല. അതെ, അങ്ങനെ കൊടയെടുക്കാണ്ട് നമ്മൾ ആ പെരുമയത്ത് ഓടിക്കരുത്
ജമീലന്റെ വീട്ടിലേക്ക് ഇവന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക്. അതെ. എന്നിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് ആ നൈറ്റിൽ സംഭവിച്ച ഫസ്റ്റ് നൈറ്റാണ് ഈ നിക്കണ. ഒരു നിമിഷം സംഭവിച്ചു പോയ തെറ്റാണ് നിക്കണ ശുക്കൂറ് മോനെ. അങ്ങനെയുള്ള ശുക്കൂറിനെ കൊണ്ടും നമ്മുടെ മോളെ സൂറാബിനെ കൊണ്ട് നിക്കാതെ പ്രചോദിക്കണില്ല. പക്ഷെ വെടിക്കെട്ട് പോകുമ്പോൾ അവനെ തത്ത വാക്ക് പറഞ്ഞ നടത്താതിരിക്കാനും പറ്റൂല്ലോ. എങ്ങനെയാണ് മോനെ നമ്മളും പറഞ്ഞുതരാം. നമുക്കും പറയാൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ അന്ന് തിരുവനന്തപുരത്തേക്ക് പോയില്ലേ? അന്ന് ഈ പഞ്ചായത്തിലും പെയ്തൊരു ഒടുക്കത്തമായ വെള്ളപ്പൊക്കം, പേമാരി, കൊടുങ്കാറ്റ്. അന്ന് കൊടയെടുക്കാതെ അപ്പുറത്തെ വീട്ടിലെ സുബൈർ ഓടിക്കേറി വന്നത് നമ്മുടെ വീട്ടിലേക്കാ. അങ്ങനെ നമുക്ക് പറ്റിപ്പോയതാണ് നമ്മുടെ സൂറാവി.